851. 851. കഥ പെരിഞ്ഞാൽ പൊണ്ണെ തൊട്ടാൽ കൊള്ളു കഥ. കാശിരാജന്റെ പുത്രി സുന്ദരനിയമ്മ വീരനും സൽവനുമാ തങ്കടതക ധരിക്കടതക തൊങ്കടതക ധരിക്കടതക തൊങ്കട ധരിക്കട ധരിക്കടതി കിനാവിൽ പൂവിരിയും വേളയായി സ്വയംവര കന്യയായി സോദരിമാർക്കൊപ്പം അമ്മയെത്തി സാൽവന മനസ്സിൽ വിരച്ചെത്തി സഭയാകെ നടുങ്ങി ഞൊടിയിടയിൽ ഭീഷ്മർ സോദരിമാർക്കൊപ്പം അമ്മയെ കടത്തടിച്ചു രഥത്തിലേറ്റി എതിർന്നൊര സാൽവൻ നിഷ്പ്രഭനാക്കി ഭക്തിന പുറത്തേക്ക് മാറ്റുപോയി. ധർമ്മിഷ്ഠനല്ലേ ചന്ദനുപുത്ര പരമാർത്ഥമെന്തെന്നറിയുന്നുണ്ടോ മനസ്സമരിച്ചൊര സാൽവനൊന്നിച്ച് ജീവിക്കാൻ അമ്മയെ അനുവദിക്കൂ. 1000 മോഹങ്ങളുള്ളിൽ കയറി സാൽവന്റെ കൊട്ടാരമെത്തിയമ്മ പ്രിയന്റെ വാക്കുകേട്ടു ഞെട്ടിയമ്മ. സ്വയംവരവേദിയിൽ കൈക്ക് പിടിച്ചപ്പോൾ ഭീഷ്മരൻ മതിയായി തീർന്നുവെന്നോ അതിനാലമ്മ സാൽവന ഭക്തിയാവാൻ ചേരില്ലെന്നോ. അപമാനിതയായി പടിയിറങ്ങി അവൾ ഭീഷ്മപാദത്തിൽ വീണു കേണു. നൈഷ്ഠിക ബ്രഹ്മചാരി ഭീഷ്മ നിഷ്കരുണ നമ്മയെ കൈവടിഞ്ഞു. സലനൊഴിഞ്ഞു ഭീഷ്മ തഴഞ്ഞു പരിഹാസമേറ്റൊര പെൺമനം തകർന്നു. അവൾ അവയുടെ പാമ്പായി തീറ്റി എൻ ജീവിതം പ്രച്ചുടച്ച ഭീഷ്മരെ ഞാൻ മൂലമാകട്ടെ നിന്റെ അന്ത്യം. ഭീഷ്മരെ ഞാൻ വധിക്കും, ഇത് സത്യം, ഇത് സത്യം. ൂണില്ലാതെ ഉറക്കമില്ലാതെ ജടമൂടി കെട്ടി ചിതകുത്തുമൂടി കഠിനതപസ്സു ചെയ്തു. ശശിധരൻ കരിഞ്ഞു അമ്പയെ ചികട്ടിയായി പുനർജനിച്ചു. അവൾ ഭീഷ്മരെ വധിക്കുവാൻ കാത്തിരുന്നു. അധിഘോരമാം കുരുക്ഷേത്രാങ്കണത്തിൽ കാർവർണ്ണം തെളിക്കും പോരഥത്തിൽ മധ്യപാണ്ഡവന് മുന്നിലവർ നിന്നു. ശരമായി ചൊരിഞ്ഞു ഭീഷ്മർ തൻ വീഴ്ച കണ്ണിറയെ കണ്ട് ദിക്കെട്ടും പുത്രന്മാരാർത്തു ചിരിച്ചു. സ്വപ്നങ്ങൾ തകർന്നൊരമ്പ പെണ്ണായാണാശി കണ്ടിയാൽ ഉഗ്രപ്രതികാര വിജയ. പെണ്ണിൻ മനസ്സിനെ അറിയാനവളുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ കൂട്ടരെ ഓർക്കുവിൻ നിങ്ങൾ. അവൾ ആടിപ്പടരുന്നൊരു അഗ്നിയായി സിംഹമായി മാറി വന്നെന്നും ചരിത്രമുണ്ട്, മാറി വന്നെന്നും ചരിത്രമുണ്ട്.